കഴിഞ്ഞ ഒരു മണിക്കൂർ സമയം കൊണ്ട് അതിവേഗതയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വിലാപയാത്ര. ഇപ്പോൾ നങ്ങ്യാർ കുളങ്ങര കവലയ്ക്ക് സമീപം എത്തിയിരിക്കുകയാണ്. ഇവിടെ ഭേദപ്പെട്ട ഒരു തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെയും അധിക സമയം കാത്തു നിൽക്കാതെ കടന്നു പോകണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. അതിവേഗത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ്. കഴിഞ്ഞ 2 മണിക്കൂർ സമയം കൊണ്ട് കാര്യമായ പുരോഗതി, കാര്യമായ മുന്നേറ്റം ഈ യാത്രയ്ക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്ന പക്ഷം എനിക്ക് തോന്നുന്നു അടുത്ത ഒരു 1.5 മണിക്കൂർ സമയം കൊണ്ട് 10 മണി എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഒരു 10:30 ആകുമ്പോഴെങ്കിലും അവിടേക്ക് VS-ന്റെ ജന്മഗൃഹത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആളുകളുടെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല. ഓഫീസിൻ്റെ അടക്കം പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ട ദിവസമാണ്. പക്ഷേ ആലപ്പുഴ ജില്ലയ്ക്ക് ഇന്ന് അവധി കൂടി പ്രഖ്യാപിച്ചതിനാൽ കൂടുതൽ ആളുകൾ ഈ സമയം പ്രയോജനപ്പെടുത്താൻ വേണ്ടി എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷേ കായംകുളം തുടർന്ന് ഉള്ള പടിഞ്ഞാറൻ മേഖലയിലേക്ക് പോകുന്ന ആളുകൾ ഒരുപക്ഷെ അദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ വീട്ടിലെത്തി കാണാം എന്ന് കരുതിയ ആളുകളാണ്. പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ വൈകിയാണ് ഈ യാത്ര ജില്ലയുടെ അതിർത്തി കടന്ന് എത്തുന്നത് എന്നതിനാൽ തന്നെ വഴിയോരങ്ങളിൽ നിന്ന് അന്തിമോപചാരം അർപ്പിക്കാം എന്നുകൂടി പ്രതീക്ഷിച്ച് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നങ്ങ്യാർകുളങ്ങര ദേശീയപാതയിലെ ഗതാഗതം, മറ്റ് വാഹനങ്ങളുടെ ഗതാഗതം ഏറെക്കുറെ സ്തംഭിച്ച അവസ്ഥയാണുള്ളത്. അതേസമയം തന്നെ ഈ വാഹന വ്യൂഹം കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നങ്ങ്യാർകുളങ്ങരയുടെ ആദരം ഏറ്റുവാങ്ങിക്കൊണ്ട് VS അച്യുതാനന്ദൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഹരിപ്പാട്, അമ്പലപ്പുഴ മേഖലകൾ കടന്നാണ് ഇനി VS-ന്റെ സ്വദേശമായ പരവൂരിലേക്ക് എത്തിച്ചേരുന്നത്. അതിന് ഏറെക്കുറെ 1.5 മണിക്കൂർ സമയം വേണ്ടി വന്നേക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷം VS അച്യുതാനന്ദൻ്റെ വീട്ടിലെ പൊതുദർശനത്തിൽ അധിക സമയം ഉണ്ടാവുകയില്ല. ഏറെക്കുറെ 1-2 മണിക്കൂർ സമയം കൊണ്ടത് അവസാനിപ്പിച്ച ശേഷം പിന്നീട് പാർട്ടി ഓഫീസിലേക്ക് അദ്ദേഹം ഏറെക്കാലം പാർട്ടിയുടെ അമരക്കാരനായി പ്രവർത്തിച്ചു വന്ന CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പിന്നീട് പൊതുദർശനത്തിനുള്ള ക്രമീകരണം. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നത് റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ്. അവിടെ 6 വരികളായി ക്രമീകരിച്ച് എത്തിച്ചേരുന്ന പരമാവധി ആളുകളെ ഒരേ സമയം കണ്ട് കടത്തിവിടുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു മരിച്ചെന്ന്